നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതോടെ നടൻ രമേശ് പിഷാരടിയെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താനാണ് കോൺഗ്രസ് നീക്കം. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയ 40 മണ്ഡലങ്ങളിലെ പട്ടികയിൽ പാലക്കാട്ട് പിഷാരടിയുടെ പേര് ഏകണ്ഠമായാണ് ഉയർന്നുവന്നത്. വെറുമൊരു സിനിമാ താരത്തിന്റെ സ്ഥാനാർത്ഥിത്വം എന്നതിലുപരി മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായുള്ള പിഷാരടിയുടെ ആത്മബന്ധമാണ് രാഷ്ട്രീയ കേരളത്തെ ഇപ്പോൾ ചൂടുപിടിപ്പിക്കുന്നത്. മമ്മൂട്ടിയുടെ വിശ്വസ്തനും നിഴലുമായ പിഷാരടി മത്സരരംഗത്തിറങ്ങുമ്പോൾ മമ്മൂക്ക പാലക്കാട്ട് വോട്ട് ചോദിക്കാനെത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. മമ്മൂക്ക ഫാക്ടർ കൂടി നേട്ടമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതിനുവേണ്ടിയാണ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. മുഖ്യമന്ത്രി മോഹൻലാലിനെ CPM കളത്തിലിറക്കിയിരുന്നു. പിണറായിയുടെ അഭിമുഖം മോഹൻലാൽ എടുത്തത് വലിയ ചർച്ചയായി. ഇതും ഇലക്ഷൻ തന്ത്രമായിരുന്നു. ഇതുകൂടി മനസ്സിലാക്കിയാണ് മറ്റൊരു സൂപ്പർ താരത്തെ അടുപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം. പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച മമ്മൂട്ടി പാലക്കാട് എത്തിയാൽ അത് വലിയ രാഷ്ട്രീയ സംഭവമായി മാറും. രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ സമർത്ഥമായ തന്ത്രം കൂടിയാണിത്. ഇടതുപക്ഷത്തോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചേർന്നു നിൽക്കുന്ന മമ്മൂട്ടി കൈരളി TVയുടെ ചെയർമാൻ കൂടിയാണ്. CPMന്റെ പ്രധാന പ്രചാരകനായി പൊതുസമൂഹം കാണുന്ന മമ്മൂട്ടി തന്റെ അടുത്ത സുഹൃത്തായ പിഷാരടിക്കായി കോൺഗ്രസ് വേദിയിൽ എത്തുമോ എന്നത് ഇടത് ക്യാമ്പുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻപ് CPMന് വേണ്ടി ലോക്സഭയിലേക്ക് മത്സരിച്ച ഇന്നസെന്റിന് വേണ്ടി മമ്മൂട്ടി പ്രചരണത്തിനെത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അസുഖകാലത്തടക്കം താങ്ങും തണലുമായി കൂടെ നിന്ന സഹോദര തുല്യനാണ് പിഷാരടി. ഈ വ്യക്തിബന്ധം രാഷ്ട്രീയത്തിനപ്പുറമാണെന്നിരിക്കെ പിഷാരടിയുടെ വിജയം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ പുസ്തക പ്രകാശനത്തിന് മമ്മൂട്ടി എത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൗതുകമുണർത്തിയിരുന്നു. പിഷാരടിക്കായി മമ്മൂട്ടി പരസ്യമായി രംഗത്തിറങ്ങിയാൽ അത് CPMന് വലിയ രാഷ്ട്രീയ പ്രഹരമാകുമെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. മുതിർന്ന നേതാവ് K മുരളീധരന്റെ പേര് പാലക്കാട്ട് ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ് സാധ്യത. ഇതോടെയാണ് പിഷാരടിയുടെ പേര് ഏകദേശം ഉറപ്പിച്ചത്.